കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്നലെയാണ് രാജിവെച്ചത്. ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും രാജിവെക്കുന്നതായി പിന്നീട് ട്രൂഡോ അറിയിക്കുകയും ചെയ്തു. ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം ബുധനാഴ്ച ചേരാനിരിക്കെയായിരുന്നു ട്രൂഡോയുടെ രാജി. 9 വർഷമായി കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ട്രൂഡോ. 9 വർഷം അധികാരത്തിലിരുന്ന ശേഷമാണ് ട്രൂഡോയുടെ പടിയിറക്കം. ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് സ്ഥാനമൊഴിഞ്ഞേക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ മാസം തന്നെ പുറത്തു വന്നിരുന്നു. അതേസമയം ജനപ്രീതി കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിലാണ് ട്രൂഡോ രാജിവെച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ ട്രൂഡോയുടെ പാർട്ടിയുടേത് മോശം പ്രകടനമായിരിക്കെയാണ് പദവി ഒഴിയുന്നത്. ലിബറൽ പാർട്ടിക്കകത്തു തന്നെ ട്രൂഡോ സ്ഥാനമൊഴിയണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു. പുതിയ നേതാവിനെ ലിബറൽ പാർട്ടി തെരഞ്ഞെടുക്കുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായി അദ്ദേഹം തുടരുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അതേസമയം സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിയും ജനങ്ങളും നിരന്തരമായി ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സമ്മർദ്ദങ്ങൾക്ക് നിർബന്ധിതനായത്. ഇന്ന് ലിബറൽ പാർട്ടിയുടെ ഉന്നതതല യോഗം ചേരാനിരിക്കുകയായിരുന്നു. കനേഡിയൻ പാർലമെന്റിൽ ലിബറൽ പാർട്ടിയുടെ 153 എംപിമാരിൽ 131 പേർ ട്രൂഡോയ്ക്ക് എതിരായിരുന്നു. കൂടാതെ പാർട്ടിയുടെ അറ്റ്ലാന്റിക്, ഒന്റാറിയോ, ക്യൂബക് പ്രവിശ്യകളിലെ ലിബറൽ പാർട്ടിയുടെ നേതൃത്വവും ട്രൂഡോ സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ 3 മുതൽ 4 മാസം വരെ എടുക്കും. ഈ വർഷം ഒക്ടോബർ 20-ന് മുൻപാണ് കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പുതിയ നേതാവിന്റെ സ്ഥാനത്തേക്ക് ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ്, കനേഡിയൻ കേന്ദ്ര ബാങ്ക് മുൻ ഉദ്യോഗസ്ഥൻ മാർക്ക് കാർണി, മുൻ മന്ത്രിമാരായ മെലനി ജോളി, ഡൊമിനിക് ലെബ്ലാങ്ക്, ബ്രിട്ടീഷ് കൊളംബിയ മുൻ പ്രധാനമന്ത്രി ക്രിസ്റ്റി ക്ലാർക്ക് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഒക്ടോബറിൽ ഏകദേശം 20ഓളം എംപിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് കത്തിൽ ഒപ്പിട്ടിരുന്നു. ട്രൂഡോയുടെയും സർക്കാരിന്റെയും ജനപ്രീതി കുത്തനെ ഇടിഞ്ഞിരുന്നു. പണപ്പെരുപ്പം, ഭവന പ്രതിസന്ധി, കുടിയേറ്റം തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് സർക്കാർ നേരിടുന്നത്. ഉപപ്രധാനമന്ത്രി നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. സ്വന്തം പാർട്ടി പോലും തന്നോട് ഒപ്പമില്ലെന്ന് മനസ്സിലാക്കിയ ട്രൂഡോ വേറെ പോംവഴികൾ ഇല്ലാത്തതുകൊണ്ടാണ് രാജിവെക്കുന്നത്. രാജ്യത്ത് പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ട്രൂഡോയ്ക്ക് വീഴ്ച സംഭവിച്ചതായി രാജിവെച്ചതിന് ശേഷം ക്രിസ്റ്റിയ ഫ്രീലാൻഡ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജസ്റ്റിൻ ട്രൂഡോ പടിഞ്ഞാറൻ കാനഡയിലെ ഒരു സ്കീ റിസോർട്ടിൽ അവധി ദിവസങ്ങളിലധികവും ചെലവഴിച്ചിരിക്കുകയാണെന്നും ഇക്കാലയളവിൽ ഒന്നും ഔദ്യോഗിക പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നില്ലെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഇന്ത്യയുമായി വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ജസ്റ്റിൻ ട്രൂഡോയും രാജിവെച്ചിരിക്കുന്നത്. വോട്ടിംഗ് ശതമാനം കുറയുമെന്ന് ചൂണ്ടിക്കാണിച്ച് ലിബറൽ പാർട്ടി അംഗങ്ങൾ രാജിവെക്കാൻ ട്രൂഡോയ്ക്ക് മേൽ സമ്മർദ്ദം നൽകുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.